എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാളത്തെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന് മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 7 മണിക്ക് ഒരു സീരീസ് നടത്തുന്നുണ്ട്. അതായത് അതിലൊരു 10-25 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ലൈവായിട്ട് ആൻസർ അതിന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. A new style of architecture developed during the Sultanate period. Some construction in the Sultanate Mughal period are given below. അപ്പോൾ ഒരു പുതിയ സ്റ്റൈലുള്ള ആർക്കിടെക്ചറാണ് സൽത്തനേറ്റ് പീരീഡിൽ രൂപപ്പെട്ടത്. ഇവിടെ താഴെ കാണിക്കുന്ന 3 നിർമ്മിതികളാണ്, കൺസ്ട്രക്ഷൻസ് ആണ്. അവ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കുത്തബ് മിനാറാണ്. രണ്ടാമത്തെ താജ്മഹലാണ്. മൂന്നാമത്തെ ഹുമയൂൺ ടോംബാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ കുത്തബ് മിനാർ. രണ്ടാമത്തെ നമുക്ക് സുപരിചിതമാണ് താജ്മഹൽ. പിന്നെ ഇത് ഹുമയൂൺസ് ടോംബാണ്. ഓക്കെ, താജ്മഹൽ, ഹുമയൂൺസ് ടോംബ്, കുത്തബ് മിനാർ. അപ്പോൾ അങ്ങനത്തെ കൺസ്ട്രക്ഷൻസിൻ്റെ ഒക്കെ നിങ്ങൾ ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ കൺസ്ട്രക്ഷൻ. അത് നമ്മൾ പറഞ്ഞു. നെയിം ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് സൽത്തനേറ്റ് മുഗൾ പീരീഡ്. ഈ ഒരു സമയത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ ഉണ്ടായി. അതിനൊരു പ്രത്യേക പേരുണ്ട്, സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അതിൻ്റെ പേരാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. എന്താണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ? അപ്പോൾ സൽത്തനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന ആ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഒരു പേരാണ്, ആ സ്റ്റൈലിന് പറയുന്ന പേരാണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഇനി അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആർച്ചസ്. ഇവിടെ കണ്ടല്ലോ, ആർച്ച് ഷേപ്പിലാണുള്ളത്. ഡോംസ്, മിനാററ്റ്സ്, ഇതൊക്കെ ആണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ആർച്ച്, ഡോംസ് ആൻഡ് മിനാററ്റ്സ് വേർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിയാൽ എന്താവും? ആർച്ച് ഉണ്ടാവും. നോക്കൂ, താജ്മഹലൊക്കെ കണ്ടില്ലേ? അതേപോലെ തന്നെ ടോംബ് ഉണ്ടാവും, മിനാററ്റ്സ്, ഇതിൻ്റെ മേലെ ഒരു താഴിക കൂടെ കണ്ടില്ലേ? അതിനെയൊക്കെയാണ്. അത് എല്ലാ നിർമ്മിതിയിലും കോമൺ ആണ്. പിന്നെ ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വർ കാർവ്ഡ് ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്. അപ്പം ബിൽഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ ഫ്ലവേഴ്സും പ്ലാന്റ്സിൻ്റെയൊക്കെ ഫിഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടാർ, റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾസ് വർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചത് മോട്ടാർ, റെഡ് സാൻഡ്സ്റ്റോണും മാർബിളാണ്. ഗാർഡൻ വർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രിമിസസ്. അപ്പോൾ എല്ലാ നിർമ്മിതിയുടെ മുന്നിൽ ഒരു വിശാലമായിട്ടുള്ള ഗാർഡൻ ഉണ്ടാവും. അങ്ങനെ 4 പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 2 പോയിൻറ്റ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 പോയിൻറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ആർച്ച്, ഡോംസ് ആൻഡ് മിനാററ്റ്സ് വർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വർ കാർവ്ഡ് ഫോർ ഡെക്കറേറ്റീവ് ബിൽഡിംഗ്. മോട്ടാർ, റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾസ് വർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. സ്പേഷ്യസ് ഗാർഡൻ വർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രെമിസസ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് സൽത്തനേറ്റ് പീരീഡ്. ദിസ് വാസ് നോൺ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ചില ക്വസ്റ്റ്യന് ചിലത് ആൻസറായി വരും. ഓക്കെ, അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണ് നമ്മളോട് നേരത്തെ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഫ്രം വിച്ച് കൺട്രീസ് വർ ദ സ്കിൽഡ് ആർക്കിടെക്ചർ ബ്രോട്ട് ടു ഇന്ത്യ ഫോർ ദീസ്. അപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു കൺസ്ട്രക്ഷനുള്ള അത് ഏത് കൺട്രീസിലുള്ള ആൾക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് ഈ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ശില്പികൾ ആരൊക്കെയാണ്? അത് ഏത് രാജ്യത്ത് നിന്നാണ് അവരെ കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. അപ്പോൾ തുർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നുള്ള ആർക്കിടെക്ട്സ് ആണ് ഇങ്ങനത്തെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇന്ത്യയിൽ നടത്തിയത്. പ്രിപ്പയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് ദ മിഡീവൽ പീരീഡ് ആൻഡ് പബ്ലിഷ് ഇറ്റ് ഓൺ ടു അട്രാക്ട് ഫോറിൻ ടൂറിസ്റ്റ്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു ഇൻക്ലൂഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ? അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ട് ടൂറിസ്റ്റിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ആ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ്. എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ തന്നെയാണ് ആ ചോദ്യം. ഓക്കെ, അത് വേറെ രീതിയിൽ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ മാത്രമല്ല വേറെ പല നിർമ്മിതികളും ഉണ്ടായിട്ടുണ്ട്. പെക്യുലാരിറ്റീസ് ഓഫ് പഞ്ചരത്നാസ് ഇൻ മഹാബലിപുരം, കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ, കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം, ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ, ഖജുരാവോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ്. ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ നിർമ്മിതികളാണ്. എന്താണ്? മഹാബലിപുരത്തുള്ളത് പഞ്ചരത്നാസ്, അതേപോലെ തന്നെ കേവ് ടെമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലോറയിലാണ് കേവ് ടെമ്പിൾ. ആസാമിലുള്ള ടെമ്പിളിൻ്റെ പേരാണ് കാമാഖ്യ ടെമ്പിൾ. ബൃഹദേശ്വര ടെമ്പിൾ
ഉള്ളത് എവിടെയാണ്? തഞ്ചാവൂരാണ്, മധ്യപ്രദേശിലെ ഖജുരാഹോ ടെമ്പിൾ. ഇനി പെക്കുലാരിറ്റീസ് ഓഫ് കുത്തബ് മിനാർ, ഹുമയൂർ ടോംബ് ഡൽഹി, താജ്മഹൽ, റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ് ഡൽഹി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? വിത്തല സ്വാമി ടെമ്പിൾ ആൻഡ് ഹസാര രാമ ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് ബൈ വിജയനഗര കിങ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ഇതൊക്കെ നമുക്ക് ടൂറിസ്റ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാവുന്ന പേരുകളാണ്. പിന്നെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ആൻഡ് പോണ്ടി സൂസസ് ചർച്ച് ഇൻ ഗോവ കൺസ്ട്രക്റ്റഡ് ബൈ ഗോത്തിക് സ്റ്റൈൽ ഇൻ ഇറ്റ്സ് സ്പെഷ്യാലിറ്റീസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കൺസ്ട്രക്ഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്തത് അറബ്സ് acquired the knowledge of science and technology that originated in ancient India. They propagated the concept of zero in Europe. അപ്പോൾ അറബാണ് ഈ സീറോ കണ്ടുപിടിച്ചത്. വിച്ച് ന്യൂമറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ അറബ്സ് കണ്ടുപിടിച്ച ഇന്ത്യയിലുള്ള ന്യൂമറൽ സിസ്റ്റം ഏതാണ്? ഡെസിമൽ സിസ്റ്റമാണ്. ഏതാണ്? ഡെസിമൽ സിസ്റ്റം. ഓക്കെ, അറബിൻ്റെ സംഭാവനയാണ് ഡെസിമൽ സിസ്റ്റം. ഇനി അടുത്തത് റൈറ്റ് ആൻഡ് ടു കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. ഇപ്പോൾ സയൻസിൻ്റെ ലിറ്ററേച്ചറിൻ്റെ അവരുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റാസി ആൻഡ് ഇബ്നു സീന വർ ദ സ്കോളേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ്. ഇപ്പോൾ മെഡിക്കൽ സയൻസിലുള്ള 2 പണ്ഡിതന്മാരെ പേര് ഓർമ്മിച്ച് വെക്കുക, അൽറാസി ആൻഡ് ഇബ്നു സീന. കിതാബുൽ ഹാവി റിട്ടൺ ബൈ അൽറാസി ഈസ് എ വർക്ക് ഓൺ മെഡിക്കൽ സയൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർക്കൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതൊരു ബുക്കാണ്, മെഡിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബ്നു സീന. അതേപോലെ ഇബ്നു സീനയുടെ വർക്കാണ് അൽ ഖാനൂൻ. ഇതൊക്കെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചെന്ന് വരാം. പിന്നെ അതേപോലെ തന്നെ റുബയ്യാത്ത് ഓഫ് ഉമർ ഖയ്യാം ആൻഡ് ഷാനാമ റിട്ടൺ ബൈ ഫിർദൗസി ആർ ദ റിമാർക്കബിൾ ലിറ്റററി വർക്ക് ഓഫ് ദ പീരീഡ്. ഇപ്പോൾ റുബയ്യാത്ത് എഴുതിയത് ആരാണ്? ഉമർ ഖയ്യാമ. അതേപോലെ തന്നെ ഫിർദൗസി എഴുതാണ് ഷാനാമ. ഇതൊക്കെ അന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. ദ ഫേമസ് 1001 നൈറ്റ് ഹീസ് അനദർ നോട്ടബിൾ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ്. പിന്നെ വേറൊന്ന് 1001 രാത്രികൾ എന്ന് പറഞ്ഞിട്ടുള്ള അതും വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു വർക്കാണ്. ദ അറബ്സ് acquired knowledge on science and technology that originated in ancient India. They propagated it in Europe. The concept of zero and the decimal system are the examples of this. അപ്പം നോളേജ് അവർ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത നോളേജൊക്കെ അവർ അക്വയർ ചെയ്തു. എന്നിട്ട് അവരത് യൂറോപ്പിൽ പോയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. അങ്ങനത്തെ ഒന്നിൽപ്പെട്ടാണ് സീറോ. ശരിക്കും കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. പക്ഷെ അത് യൂറോപ്പിലൊക്കെ പോയിട്ട് അതിനെ വ്യാപിപ്പിച്ചത് ആരാണ്? അറബികളാണ്. സീറോ, കൺസെപ്റ്റ് ഓഫ് സീറോ, അതേപോലെ തന്നെ ഡെസിമൽ സിസ്റ്റം ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൈനീസിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൂടി എക്സ്ട്രാ ഒന്ന് നോക്കാം. ചൈനീസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ സയൻസ്, ടെക്നോളജി ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ആർ സബ്സ്റ്റാൻഷ്യൽ. ദ ചൈനീസ് ഇൻവെൻറ്റഡ് ദ പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺപൗണ്ടർ. ഗൺപൗണ്ടറും പ്രിൻറ്റിംഗ് മെഷീനും ഒക്കെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരൊക്കെയാണ്? ചൈനീസാണ്. അപ്പം ഗൺപൗഡർ ആൻഡ് gunpowder. The Chinese invented the printing machine and gunpowder. The Chinese invented the printing machine and the gunpowder. The printing technology helped the development of knowledge. അപ്പോൾ പ്രിൻറ്റിംഗ് ടെക്നോളജി എന്തായി? നോളേജ് ഒക്കെ എല്ലാ സ്ഥലത്തും വ്യാപിക്കാനും വളരെയധികം സഹായം ചെയ്തു. പിന്നെ ഉള്ളത് ഗൺ പൗഡറും അതേപോലെ തന്നെ പ്രിൻറ്റിംഗ് മെഷീൻ. പിന്നെ ദ മറൈനേഴ്സ് കോമ്പസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് ദ നാവിഗേഷൻ ഈസ് ഓൾസോ ചൈനീസ് കോൺട്രിബ്യൂഷൻ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനാണ് മറൈനേഴ്സ് കോമ്പസ്, വടക്ക് നോക്കിയ യന്ത്രം. അതായത് ദിശകൾ അറിയാൻ വേണ്ടിയിട്ട്, ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ നാവികർ ഉപയോഗിച്ചിരുന്ന ഉപകരണമായിരുന്നു. അതും കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഗൺ പൗഡർ, പ്രിൻറ്റിംഗ് മെഷീൻ, അതേപോലെ തന്നെ മറൈനേഴ്സ് കോമ്പസ്. ദേ വർ എക്സലൻറ്റ് ഇൻ ആർക്കിടെക്ചർ. ദിസ് ഈസ് എവിഡൻറ്റ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പഗോഡാസ്, ദ ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് വർഷിപ്പ്. ബുദ്ധിസ്റ്റുകാരുടെ, ബുദ്ധമതക്കാരുടെ ആരാധനാലയത്തിന് നമ്മൾ പറയുന്ന പേരാണ് പഗോഡാസ്. ആർക്കിടെക്ചർ ഫീൽഡും വളരെ എക്സലൻ്റ് ആണെന്ന് നമുക്കത് കണ്ടാൽ അറിയാം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത് എന്തൊക്കെയാണ്? ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ, ഗൺ പൗഡർ, അതേപോലെ തന്നെ മറൈനേഴ്സ് കോമ്പസ്, പിന്നെ പഗോഡാസും കൺസ്ട്രക്ഷനും ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് ഫോണ. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ എനേബിൾസ് ദ ഓർഗാനിസം ഇൻ ദീസ് ഫോറസ്റ്റ് ടു ഗ്രോ ഇൻ എ സ്പെഷ്യൽ വേ. അപ്പോൾ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിൽ എന്താണ് പ്രത്യേകത
എന്ന് പറയുന്നത് ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കനത്ത ഫോറസ്റ്റാണ്. ഡൈവേഴ്സ് പല വിധത്തിലുള്ള പക്ഷിമൃഗാദികളുണ്ട്. അതേപോലെ ഹൈ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ എനാബിൾസ് ദ ഓർഗാനിസം ഇൻ ദീസ് ഫോറസ്റ്റ് ടു ഗ്രോ ഇൻ എ സ്പെഷ്യൽ വേ. അതായത് നല്ല ടെമ്പറേച്ചറും ഉണ്ട്, അതേസമയം നല്ല കനത്ത മഴ, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ കൊണ്ട് ഇവിടുത്തെ ഓർഗാനിസംസ് ഒരു സ്പെഷ്യൽ വേയിലാണ് വളരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ട്രീസ് ഇൻ ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ്, സോ വാട്ട് ഈസ് ദ നെയിം ഗിവൻ ടു ദീസ് ഫോറസ്റ്റ്? അപ്പോൾ ഈ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിലെ ട്രീസ് ഒന്നും അതിൻ്റെ ഇല പൊഴിയല്ല. എല്ലാ ട്രീസിൻ്റെ ഇല പൊഴിയും, പക്ഷേ അവിടെ ട്രീസിൻ്റെ ഇലയൊന്നും പൊഴിയുന്നില്ല. പക്ഷേ അതിനൊരു ഫോറസ്റ്റിന് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ദ എവർ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് അതിനെ പറയുക. എപ്പോഴും പച്ച എപ്പോൾ ഇരിക്കും, അതായത് ഉണങ്ങിയിട്ടാണല്ലോ ഇലകൾ താഴോട്ട് വീഴുക. അവിടെ അതിനുള്ള ക്ലൈമറ്റല്ല, ഏത് സമയം ടെമ്പറേച്ചർ ആ ഒരു മോഡറേറ്റ് കാലാവസ്ഥയായിരിക്കും. അപ്പോൾ എന്താ പറയുക? ദ എവർ ഗ്രീൻ ഫോറസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ. ഇനി എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ദ ട്രീസ് ഇൻ ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ്. അതിന് പറയുന്നത് എന്താണ്? എവർ ഗ്രീൻ ഫോറസ്റ്റ്. ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇനി അടുത്ത ദ ഫോണ ഇൻ ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഹാസ് മെനി ഡൈവേഴ്സിറ്റീസ്. മോസ്റ്റ് ഓഫ് ദം ആർ ട്രീ ഡ്വെല്ലേഴ്സ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഫോറസ്റ്റ് വിച്ച് മേക്സ് ദ ആനിമൽസ് ടു ഡിപ്പെൻഡ് ഓഫ് ദ ഫോറസ്റ്റ്? ഇനി അടുത്ത ഫോണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആനിമൽസും വളരെയധികം വ്യത്യസ്തതകളുണ്ട്. മെനി ഡൈവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തതകളും ഉള്ളതാണ്. മോസ്റ്റ് ഓഫ് ദം ട്രീ ഡ്വെല്ലേഴ്സ്, മരത്തിൽ താമസിക്കുന്നവരാണ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് the forest which makes the animals to depend on the forest? അപ്പോൾ ഈ ആനിമൽസിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ് എന്ന് പറയാനാണ്. മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആർ ട്രീ ഡ്വെല്ലേഴ്സ്. വാട്ടർ ലോഗിംഗ് ആൻഡ് കനോപ്പി ഓഫ് ട്രീസ് were the reason for this. Protection and building of the nest is possible through dwelling of trees. The fauna here is diverse with simian species like apes, lemurs, orangutan, reptiles crawling from tree to trees. അപ്പോൾ ഇവിടെയുള്ള പിന്നെ എന്താണ് ഫോണ, അതായത് ആനിമൽസ് ഒക്കെ ഈ ഒരു ട്രീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും ഒക്കെ ഉള്ള ടൈപ്പുള്ള ഫോണ പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് എന്താണ് ആപ്സ്, ലെമേഴ്സ്, ഒറാങ്കൂട്ടൻസ്, റെപ്റ്റൈൽസ് ക്രോളിംഗ് ഫ്രം ട്രീ ടു ട്രീ, മരത്തിൽ നിന്ന് മരത്തിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ആ ടൈപ്പുള്ള ആനിമൽസാണ് അവിടെ താമസിക്കുന്നത്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്സ് ആൻഡ് മങ്കീസ് ആർ ഫൗണ്ട് ഇൻ ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ്. നെയിം എനി വൺ എമംഗ് ഓഫ് ദം. അപ്പോൾ പലതരത്തിലുള്ള മങ്കീസ് ഉണ്ട്, അതിലൊന്നിൻ്റെ പേരാണ് ഒറാങ്കൂട്ടൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മ്യൂസിക് ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ സൗത്ത് ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്ത ഒരു മ്യൂസിക് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? കർണാട്ടിക് മ്യൂസിക്. ഓക്കെ, കർണാട്ടിക് മ്യൂസിക്കാണ് മിഡീവൽ പീരീഡിൽ സൗത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട ആ സംഗീതത്തിൻ്റെ പേര്. നെക്സ്റ്റ്, നെയിം ദ മ്യൂസീഷ്യൻ ഹൂ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കവാലി, എ ഫോം ഓഫ് മ്യൂസിക്. അപ്പം മ്യൂസിക്കിൻ്റെ വേറൊരു ഫോമാണ് കവാലി. കവാലി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ച ഒരാളാണ് അമീർ ഖുസ്രു. എന്താണ് അമീർ ഖുസ്രു? ഇനി പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മ്യൂസിക് ഇൻ മിഡീവൽ ഇന്ത്യ. ഇപ്പോൾ മിഡീവൽ ഇന്ത്യയിലുണ്ടായ ആ സമയത്തുണ്ടായ മ്യൂസിക്കിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. The music was flourished during the medieval period. Carnatic music flourished in South India. Purandara Das was the famous Carnatic musician of the age. അപ്പോൾ മിഡീവൽ പീരീഡിൽ പല സ്ഥലത്തും മ്യൂസിക് ഡെവലപ്പ് ആയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നടന്ന ആ മ്യൂസിക്കിൻ്റെ ഡെവലപ്പായിട്ടുള്ള മ്യൂസിക്കിൻ്റെ പേരാണ് കർണാട്ടിക് മ്യൂസിക്. അതിൻ്റെ ഫേമസ് മ്യൂസീഷ്യനാണ് പുരന്ദര ദാസ്. ഇനി അടുത്തത് ഡ്യൂറിങ് ദ സൽത്തനൈറ്റ് മുഗൾ പീരീഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പേർഷ്യൻ മ്യൂസിക് ഗേവ് ബർത്ത് ടു ന്യൂ സ്റ്റൈൽ ഓഫ് മ്യൂസിക്. ഇറ്റ് ഈസ് നോൺ ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വന്നതെന്നാണ് കർണാട്ടിക് മ്യൂസിക്. ഹിന്ദുസ്ഥാനി മ്യൂസിക് എവിടെയാണ്? നമ്മുടെ സൽത്തനൈറ്റ് മുഗൾ പീരീഡിൽ വന്ന പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വന്ന ഒരു മ്യൂസിക്കാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഇനി കവാലി, എ ഫോം ഓഫ് മ്യൂസിക് ഡെവലപ്ഡ് ബാക്ക് ദെൻ. അതും കവാലിയും ഇതിൻ്റെ വേറൊരു
രൂപമാണ്. മെനി ന്യൂ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവോൾവ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പം പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഈ സമയത്താണ് ഉണ്ടായത്. തബല, അതേപോലെ തന്നെ സിത്താറ്, ഇതൊക്കെ തബല, സിത്താറ്, ഇതൊക്കെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഡെവലപ്പായത് മിഡീവൽ പീരീഡിലാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ദ മ്യൂസിക് വാസ് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. കർണാട്ടിക് മ്യൂസിക് ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. Purandaras was a famous Carnatic musician of the age. During Sultanate Mughal period, the influence of Persian music gave birth to new style of music. It is known as Hindustani music. Qawwali, a form of music developed back then. Many new musical instruments developed during this period. Tabla and sitar are examples of these instruments. Okay, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, പിഗ്മീസ് ഉണ്ട്, ഇന്യൂട്സ് ഉണ്ട്, ഒയാസിസ് ഉണ്ട്, അതേപോലെ ഇക്വറ്റോറിയ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിഗ്മീസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതേപോലെ എവർഗ്രീൻ ഫോറസ്റ്റും നമ്മൾ പറഞ്ഞതാണ്. ഇത് നോക്കുക, അനലൈസ് ദ അബോവ് പിക്ചേഴ്സ് ആൻഡ് മേക്ക് നോട്ട് ഓൺ എനി 2 ഓഫ് ദം. നിങ്ങളോട് ഇതിൽ 4 തന്നെങ്കിൽ ഏതെങ്കിലും 2 അറിയാവുന്ന 2 നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് പിഗ്മീസിന് നോക്കാം. പിഗ്മീസ് എവിടെയാണുള്ളത്? കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. പിഗ്മീസ് മെയിൻ ഡ്വെല്ലിംഗ് പ്ലേസ് ഈസ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയിലെ ആൾക്കാരാണ് എന്ത്? പിഗ്മീസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. കസാവ ഈസ് ദേ സ്റ്റേപ്പിൾ ഫുഡ്. അവിടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് കസാവ ആണ്. കസാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കപ്പയൊക്കെ അല്ല, അതിനോട് സാമ്യമുള്ള ഒരു ഫുഡിനാണ് കസാവ എന്ന് പറയുന്നത്. ദേ ഓൾസോ ഈറ്റ് 100 മീറ്റ് ആൻഡ് ഗാദേർഡ് ഫ്രൂട്ട്സ്. അതുകൂടാതെ അവർ കഴിക്കുന്നതാണ് 100 മീറ്റ്, വേട്ടയാടിയ ഇറച്ചി കഴിക്കും. അതേപോലെ തന്നെ ഗാദേർഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ വനത്തിൽ, അതും അവർ കഴിക്കും. ദേ ഓഫൺ വെയർ ഡിയർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ്. അവർ ധരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മാനിൻ്റെ തോല് അല്ലെങ്കിൽ ലീവ്സ്, ഇലകൾ, അതാണ് അവർ ക്ലോത്ത്സ് ആയിട്ട് വെയർ ചെയ്യുന്നത്. They build semi-circular houses out of branches of trees and broad leaves. അവരെങ്ങനെയാണ് പിന്നെ വീടുണ്ടാക്കുന്നത്? സെമി സർക്കുലർ ഹൗസസ് ആണ്. അതായത് സെമി സർക്കുലർ പറഞ്ഞാൽ ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഹൗസസ് ആണ് ഉണ്ടാക്കുക. അത് നമ്മളെ പോലെ സിമെൻറ്റും കല്ലൊന്നും ഉപയോഗിച്ചിട്ടല്ല, ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ് അത് ഉപയോഗിച്ചിട്ടാണ് അവർ വീടുണ്ടാക്കുന്നത്. ദേ ഡിയർലി ലവ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഫോറസ്റ്റ്. അവർ ഫോറസ്റ്റിനെ സ്നേഹിക്കുകയും അതേപോലെ തന്നെ ഫോറസ്റ്റിനെ കെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പിഗ്മീസ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. മെയിൻ ഡ്വെല്ലിംഗ് പ്ലേസസ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. കസാവ ഈസ് their staple food. They also eat 100 meat and gathered fruits. They often wear deer skin and leaves as clothes. They build semicircular houses out of branches of trees and broad leaves. They dearly love and care for the forest. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇന്യൂട്സ് ആർ ഡ്വെല്ലേഴ്സ് ഓഫ് permanently snow covered regions in the northern part of North America and Eurasia. നോർത്ത് അമേരിക്കയിലും യൂറേഷ്യയിലും ഉള്ള ആൾക്കാരാണ് ഇന്യൂട്സ്. പെർമനൻ്റ്ലി സ്നോ കവേർഡ്, മഞ്ഞ് പുതഞ്ഞ റീജിയനിലുള്ള ആൾക്കാരാണ് ഇന്യൂട്സ്. അവർ എവിടെയാണ്? നോർത്ത് അമേരിക്കയിലും യൂറേഷ്യയിലുമാണ്. ഇന്യൂട്സ് ആർ അഡാപ്റ്റഡ് ടു ദ അഡ്വേഴ്സ് climate and the lack of resources. This region is characterized by extremely long days and night, each lasting about 6 months. അപ്പോൾ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഭയങ്കര നീളമുള്ള ഡേയ്സും ആൻഡ് നൈറ്റ്സും ആണ്. ചിലപ്പോൾ അത് 6 monthsോളമൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കാം. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മീൻസ് ഓഫ് ലൈഫ്. അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് എന്താണ്? ഹണ്ടിങ്ങും ഫിഷിങ്ങും ആണ്. ദേ ലിവ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് നെവർ സെറ്റിൽ എനിവർ പെർമനൻ്റ്ലി. അവർ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. അവർ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കുന്നവരല്ല. അപ്പോൾ ഇന്യൂട്സ് എവിടെയൊക്കെയാണ്? നോർത്ത് അമേരിക്കയിലും യൂറേഷ്യയിലും ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അവർ നോർത്ത് അമേരിക്കയിലും യൂറേഷ്യയിലും ആണ്. എക്സ്ട്രീംലി ലോങ് ഡേയ്സ് ആൻഡ് നൈറ്റാണ് ഉണ്ടാവുക. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആണ് ലൈഫ് മീൻസ് ഓഫ് ലൈഫ്. ദേ ഓൾസോ ലീവ് സ്മോൾ ഗ്രൗണ്ട്സ് ആൻഡ് ക്യാൻ നെവർ
സെറ്റിൽ എനിവർ പെർമനൻ്റ്ലി. ഇനി അടുത്തത് ഒയാസിസ്. ഒയാസിസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹോട്ട് ഡെസേർട്ടിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്, മരുപ്പച്ച. ഒയാസിസ് ആർ ദ പ്ലേസസ് വെർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. അപ്പോൾ ഹോട്ട് ഡെസേർട്ടിലൊക്കെ കുറച്ച് വെള്ളം കാണും, മരുപ്പച്ച എന്ന് പറയും. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേറ്റ്സ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ ചെറുമാതിരിയുള്ള ഈ വാട്ടർ ബോഡീസിൻ്റെ അടുത്തായിരിക്കും പ്ലാന്റ്സും ആനിമൽസും അതേപോലെ തന്നെ ഹ്യൂമൻസും ഒക്കെ വെള്ളമുള്ളിടത്തെല്ലാം ഉണ്ടാവുക. അങ്ങനെയുള്ള സ്ഥലങ്ങൾ പറയുന്ന പേരാണ് ഒയാസിസ്, മരുപ്പച്ച എന്നൊക്കെ മലയാളത്തിൽ പറയും. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ ഫൗണ്ട് ഓൺലി അറൗണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട്. അപ്പോൾ ഈ മരുഭൂമിയിലൊക്കെ ഈ ഒയാസിസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾതാമസമൊക്കെ ഉണ്ടാക്കുക. വേറെയുള്ള സ്ഥലത്ത് നമ്മൾ ആൾക്കാർ സെറ്റിലായിട്ട് കാര്യമില്ലല്ലോ, വെള്ളം വേണ്ടേ. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ ഫൗണ്ട് ഓൺലി അറൗണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട്. ഇനി അടുത്തത് ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ ആണ്. ദ ട്രീസ് ഇൻ ദീസ് ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഓവിങ് ടു ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് കോപ്പിയസ് റെയിൻഫോൾ. അപ്പോൾ തുടർച്ചയായ നല്ല മഴ അല്ലെങ്കിൽ നല്ല ടെമ്പറേച്ചർ, അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയനിലെ മരങ്ങൾ ഇലകൾ പൊഴിക്കാറില്ല. മോർ ദാൻ 1000 സ്പെഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡെൻസിലി ഇൻ എവറി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ. അപ്പോൾ തൗസൻഡ്സ് ഓഫ് സ്പെഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് അവിടെ വളരുന്നത്. അതാണ് ഇക്വിറ്റോറിയൽ റീജിയൻ്റെ പ്രത്യേകത. The question: during the Sultanate Mughal period, the influence of Persian music gave birth to new style of music. What was the name of a new style of music? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ ഇതെല്ലായിരുന്നു ചോദ്യം. ഹൂ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കവാലി ഇൻ എ ഫോം ഓഫ് മ്യൂസിക്? അതാരാണ്? അമീർ ഖുസ്രു ആണ് ഈ കവാലി എന്ന ആ സംഗീത രൂപം ഉണ്ടാകാൻ പ്രയത്നിച്ച ആളെ പേരാണ് അമീർ ഖുസ്രു. കവാലി അമീർ ഖുസ്രു, ഓർത്ത് വെക്കുക. ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് സെവറൽ റിമാർക്കബിൾ ചേഞ്ചസ് വെർ അപ്പാരൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് പെയിൻറ്റിംഗ്. വാട്ട് വർ ദ തീംസ് അഡോപ്റ്റഡ് ഫോർ പെയിൻറ്റിംഗ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? അപ്പോൾ ആ സമയത്ത് പെയിൻറ്റിംഗ് ഒക്കെ കുറേ ഉണ്ടായിട്ട് എന്ത് തീമാണ് അവർ അഡോപ്റ്റ് ചെയ്തതെന്നാണ് ഒരു ചോദ്യത്തിൽ വന്നാണ്. ദ മേജർ തീംസ് വെർ ഫ്രം ദ രാമായണ, ദ ബൈബിൾ, റോയൽ ലൈഫ് ആൻഡ് നേച്ചർ. അപ്പോൾ അധികവും അവർ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന തീംസൊക്കെ രാമായണത്തെയും ബൈബിളത്തെയും അതേപോലെ അവിടുത്തെ റോയൽ ലൈഫും നേച്ചറും ആണ് കൂടുതൽ തീമായിട്ട് വന്നിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഈ സഹാറ ദ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ലൊക്കേറ്റഡ്? വാട്ട് ആർ ദ കോമൺ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹോട്ട് ഡെസേർട്ട്? അപ്പോൾ ഏത് ഇതിലാണ് ഹോട്ട് ഡെസേർട്ട്?